കിട്ടോ? ഹലോ ഹലോ സുഖാണോ? കുറേ കണ്ടിട്ട് ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഞാനൊരു പ്രോഗ്രാമിന്റെ തിരക്കിലായിരുന്നു. അടുത്ത സിനിമ വരുന്നുള്ള ഒന്നും ഫിക്സ് ആയിട്ടില്ല. പറയാം. ഓക്കെ, ഇന്ന് എന്തിനെ കുറിച്ച് സംസാരിക്കാനാണ്? ഇന്ന് എന്തിനെ കുറിച്ച് സംസാരിക്കാനാണ്? ഏത് സെഷനാണ്? നൈറ്റ് ലൈഫിന്റെ ഈ നൈറ്റ് ലൈഫിൽ ഇപ്പോൾ കൂടെ സംസാരിക്കാൻ രഞ്ജിനി ചേച്ചിയൊക്കെയാണ് കൂടെ ഉള്ളത്. സോ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ കൊച്ചി ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നൈറ്റ് ലൈഫ് എക്സ്പീരിയൻസ് എന്താണ്? മൊമെന്റ്സ് എന്തൊക്കെയാണ്? എനിക്ക് പൊതുവേ നൈറ്റ് ലൈഫ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നൈറ്റിന്റെ ആളാണ്. ഡേ ടൈം ഒക്കെ ഉറങ്ങി നൈറ്റൊക്കെ അടിച്ചുപൊളിച്ച് നടക്കണം. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടം DJs, പാർട്ടീസ്, അത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ എവിടേക്കോ കുറച്ച് റീൽസ് എവിടേക്കോ ഫോട്ടോസ് കണ്ടിരുന്നു എന്ന് തോന്നുന്നു. അമ്യൂസ്മെന്റ് പാർക്കാന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ. അമ്യൂസ്മെന്റ് പാർക്കാണോ? അല്ല, അടിച്ചുപൊളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ പൊതുവേ ഒരു ആക്ഷേപമുണ്ട്. ഇപ്പോൾ കുട്ടികളായാലും അല്ലെങ്കിൽ ടീനേജേഴ്സ് ആയാലും നൈറ്റ് ലൈഫ് ഭയങ്കരമായിട്ട് ഓവർ എക്സ്പ്ലോർ ചെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ച് തെറ്റായ രീതികളിലേക്കൊക്കെ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയായ നൈറ്റ് ലൈഫ് എൻജോയ്മെൻറ്റിനെ ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സസ് ആണ്. ഇപ്പോൾ നമ്മൾ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറഞ്ഞാൽ ഓരോരുത്തരുടെ ഓരോ ചോയ്സസ് ആണ്. ചിലർക്ക് ചിലപ്പോൾ ചിലത് ശരിയല്ലെന്ന് തോന്നും, ചിലർക്ക് അതായിരിക്കും ശരി. അപ്പോൾ അതൊക്കെ ഓരോ വ്യക്തിപരമായ ചോയ്സസ് ആണ്. അതിപ്പോൾ അഭിപ്രായം പറയാൻ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. എൻജോയ് ചെയ്യുക. കാരണം ലൈഫ് ഒന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് യങ് കാലഘട്ടം, ടീനേജ് യങ്സ്റ്ററൊക്കെ ആയിട്ടിരിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ അധികം നാളില്ല. അപ്പോൾ ഉള്ള സമയം മാക്സിമം എൻജോയ് ചെയ്യുക. ഫ്രണ്ട്സിൻ്റെ കൂടെ, ലവറിൻ്റെ കൂടെയൊക്കെ അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്ത് നടക്കുക. അതാണ് എൻ്റെ അഭിപ്രായം. ഇലക്ഷൻ പ്രചാരണമൊക്കെ നടക്കുവാണ്. എന്താണ് അതിനെ കുറിച്ച് രാഷ്ട്രീയപരമായ നിരീക്ഷണം എന്താണ്? അല്ല, എൻ്റെ അഭിപ്രായത്തിൽ നല്ല കാൻഡിഡേറ്റ്സ് വരണം. ഏത് പാർട്ടിയിലാണെങ്കിലും നല്ല കാൻഡിഡേറ്റ്സ് വരണം എന്നുള്ളത് തന്നെയാണ്. പാലക്കാട് നിയോജകമണ്ഡലത്തിനെ കുറിച്ച് എന്താണ് സംസാരിക്കുന്നത്? പാലക്കാട് നിയോജകമണ്ഡലത്തെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്? എനിക്കറിയില്ല. ആരെ കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നതെന്ന് പോലും അറിയില്ല. അല്ല, കുറച്ച് നാളുകളായിട്ടൊരു റൂമർ ഉണ്ടായിരുന്നു, റിനി ചിലപ്പോൾ മത്സരിക്കാമെന്നൊക്കെ. അത് നിങ്ങളൊക്കെ ഉണ്ടാക്കിയ റൂമറല്ലേ? അല്ലല്ല, അത് നമ്മൾ കേൾക്കുന്നതാണ്. ഇല്ല, എന്നെ ആരും ഇതുവരെ വിളിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹം ഭയങ്കര വിഷമത്തില്ല. ഒരു പാർട്ടി എന്നെ വിളിച്ചിട്ടില്ല. ദുഃഖത്തിലാണ് ഞാൻ. സതീശൻ സാറിനെ വിളിച്ചില്ല? സതീശൻ സാറിനെ ഞാൻ അങ്ങോട്ടും വിളിച്ചില്ല, പുള്ളി എന്നെ ഇങ്ങോട്ടും വിളിച്ചിട്ടില്ല. വെറുതെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് വിചാരിച്ചു. റിനി ഇവിടെ ഒരു കോളിളക്കം തന്നെ സൃഷ്ടിച്ച ഒരാളല്ലേ? ആണോ? എനിക്കറിയില്ലല്ലോ. അറിയില്ലേ? ഇല്ലല്ല, ഞാൻ സാധാരണ ഒരു പെൺകുട്ടി. ഞാൻ എന്ത് ചെയ്യാനാ? സാധാരണക്കാർക്ക് ഒരുപാട് ചെയ്യാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പോൾ. ഒരു പാർട്ടിയിൽ നിന്ന് ഒരാളെ ടെർമിനേഷൻ വരെ സംഭവിച്ചു. അതിനെ കുറിച്ച് അറിയില്ല. ഒരുപാട് പരമ്പരകൾ വരെ തുടങ്ങി. അതെ, ഒരുപാട് അന്വേഷണ പരമ്പരകൾ, പല കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം, പല തുറന്നു പറച്ചിലുകൾ, പലർക്കും പ്രചോദനമായി. റിനിയാണ് സ്റ്റാർട്ട് ചെയ്ത് വിട്ടത്. അല്ല, റിനിയാണ് പ്രചോദനം നൽകിയത് എല്ലാവർക്കും തുറന്ന് സംസാരിക്കാനൊക്കെ. പിന്നെ അതിനുശേഷം തൊരതൊരാ കേസ് അദ്ദേഹത്തിന്റെ പുറകിലേക്ക് വന്നു. അദ്ദേഹത്തിന് തലയിട്ട് വന്നു. അല്ല, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കണ്ട. അതാണ് തുടർച്ചകൾ നടക്കുന്നുണ്ട്. ന്യൂസ് ഒന്ന് ജസ്റ്റ് കണ്ടാൽ മതി. ഓക്കെ, താങ്ക് യു.